നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും, പകരം ആര്? പി.വി. അൻവർ എം.എൽ.എ. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാറിനെ മാറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നത്. ഈ സ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ്, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഇതിനൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് എ.ഡി.ജി.പി. മനോജ് എബ്രാഹിമിനെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെങ്കിലും സസ്പെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് വിവരം. ക്രമസമാധാനത്തിന് പുറമെ ബി ബറ്റാലിയന്റെ ചുമതല കൂടി അജിത് കുമാറിനുണ്ട്. ക്രമസമാധാന ചുമതല ഒഴിവാക്കി ബറ്റാലിയൻ ചുമതല മാത്രമാക്കി നിലനിർത്തി സസ്പെൻഷൻ ഒഴിവാക്കിയേക്കുമെന്നാണ് കരുതുന്നത്. ഇതല്ലെങ്കിൽ പോലീസിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും യൂണിഫോം സർവീസിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ജയിൽ വകുപ്പിലേക്കാവും മാറ്റമുണ്ടാവുക. അജിത് കുമാറിനെതിരെ ഡി.ജി.പി. റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്ത് പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എ.ഡി.ജി.പി. എം.ആർ. അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ഫയർഫോഴ്സ് മേധാവി കെ. പത്മകുമാർ ഇവരിൽ ആരെങ്കിലുമാകും അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുകയെന്നാണ് വിവരം. അൻവറിന്റെ ആരോപണത്തിൽ ഡി.ജി.പി. എസ്. ദർവേഷ് സാഹിബുമായി കോട്ടയത്ത് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്.